ചെറുപുഴ ജോസ്ഗിരിയിൽ കാട്ടാനക്കുട്ടിയെ കിണറിനുള്ളിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ജോസ്ഗിരി മരുതുംതട്ടിലെ പള്ളിക്കുന്നിൽ മഹേഷിന്റെ പറമ്പിലെ ആൾമറയില്ലാത്ത കിണറിലാണ് കുട്ടിയാനയുടെ ജഡം കണ്ടെത്തിയത്. ജോസ്ഗിരി മരുതുംതട്ടിൽ മഹേഷിന്റെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ മുകൾ ഭാഗത്തായുള്ള കിണറിലാണ് ഉച്ചയോടെ കാട്ടാനക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയത്. കിണറിൽ നിന്നും പൈപ്പിട്ട് വീട്ടിലേക്ക് വെള്ളം എടുക്കാറുണ്ടായിരുന്നു. വെള്ളം വരാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കിണറിനുള്ളിൽ വീണ് ചെരിഞ്ഞ നിലയിൽ കുട്ടിയാനയുടെ ജഡം കണ്ടെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഞാനിവിടുന്ന് മുളകുപറിച്ച് പോകുമ്പോൾ ഇവിടെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. രാത്രി തന്നെ അതിനൊക്കത്തെ വീട്ടിൽ നിന്ന് ചേട്ടൻ വിളിക്കുന്നു, 1:30 നമുക്കറിയാം നിന്റെ പറമ്പിൽ നിറച്ച ആനയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ പറമ്പിൽ ഇപ്പോൾ ആന വന്നിട്ട് ഞാനിപ്പം രാത്രി വന്നിട്ട് യാതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റുമല്ലോ, അതിന് സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ അതിനുശേഷം ഇവിടെ വന്ന് നോക്കി, പറമ്പൊക്കെ കയറി കണ്ട് നോക്കി. അപ്പം ഒന്നും വലിയ കുഴപ്പം കാണുന്നില്ല. കുറച്ച് വാഴ ഉണ്ടായിരുന്നെല്ലാം നശിപ്പിച്ചു, മൊത്തം അടിച്ച് തകർത്തിട്ടിട്ടുണ്ട്. പക്ഷേ കിണറ്റിൽ ആനക്കുട്ടി വീണ കാര്യം നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഇന്ന് ഉച്ചയോടുകൂടി ഞാൻ വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ ഓസിൽ വെള്ളമില്ലാതെ എന്താ കാരണം അപ്പം അന്വേഷിച്ച് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നമ്മൾ ഈ ഓസിനകത്ത് വെള്ളം അടിച്ചു കയറ്റുന്നത് നമ്മുടെ പമ്പ് ഉപയോഗിച്ചിട്ട് അടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ വെള്ളം വരുന്നത്. അപ്പൊ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പം ചോരയാണ് വരുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധം അറിയാൻ വേണ്ടി വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ മണികണ്ഠൻ ഈച്ചയും പറക്കും നല്ല സ്മെല്ലും വരുന്നുണ്ട്. ലൈറ്റ് കുറവായതിന്റെ പേരിൽ ഇത് ആനയാണോ എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ ആന വന്നതിന്റെ പേരിൽ ആനയെ നോക്കിച്ച് പിന്നെ നാട്ടുകാരെല്ലാം വിളിച്ച് പറഞ്ഞിട്ടാണ് വന്ന് നോക്കുമ്പോൾ ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ആനയെ ജഡം കിടക്കുന്നത് കണ്ടത്. 50 അടിയോളം ആഴമുള്ള കിണറാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. ആനക്കൂട്ടത്തിനൊപ്പം വന്ന കുട്ടിയാന വഴിതെറ്റി കിണറിൽ അകപ്പെട്ടതാകാമെന്നാണ് നിഗമനം. വിവരമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.